ശ്രീ സജിൻ ബാബു ഇപ്പോൾ സിനിമാ ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കോ അതല്ലെങ്കിൽ ഈഗോ ക്ലാഷോ ഒക്കെ സാധാരണമാണ്. ഇപ്പോൾ ചില സിനിമകളെ കൂവി തോൽപ്പിക്കുന്നു, ഇന്ന ആളുടെ വളർച്ചയെ വെട്ടിയാലേ എനിക്ക് കടന്നു വരാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ തന്നെ അങ്ങനെയൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ ഭംഗ്യതരേണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈഗോ ക്ലാഷും അതുപോലെ തന്നെ ഒരുത്തനെ വലിച്ച് താഴെ ഇട്ടാലേ അടുത്തവനെ കയറാൻ പറ്റൂ എന്നൊക്കെയുള്ളൊരു സെനാരിയോ ഉള്ള ഒരിടത്ത് വളരെ പൊളൈറ്റായി യാതൊരു കുഴപ്പവുമില്ല, എനിക്ക് യാതൊരു വിഷമവുമില്ല എന്നൊരാൾ പറയുന്നതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാല്ലാതെ വേറെന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ രമേശ് നാരായണൻ സാറും ആസിഫ് അലിയും തമ്മിലുള്ള വ്യത്യാസം പോലും അത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം ആസിഫ് അലി ഇന്ന് വന്നിരുന്ന് സംസാരിച്ചത് അദ്ദേഹത്തിന് ഇതേ രീതിയിൽ ഇപ്പം ജയരാജ് സാറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുമ്പോൾ പുള്ളിക്ക് ഒരു വിഷമം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആസിഫ് അലി പറഞ്ഞത് അദ്ദേഹത്തിന് ശരിക്കും ഒന്നും ഹർട്ട് പോലും ചെയ്തിട്ടില്ല. പിന്നീട് ഈ പ്രശ്നം ഈ തരത്തിലെ വീഡിയോ പുറത്തു വരികയും അതോടൊപ്പം തന്നെ എല്ലാവരും ചർച്ചയാക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം അത് ശ്രദ്ധിക്കുകയും ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം പണ്ട് ഈ ദേവരാജൻ മാഷിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, യേശുദാസ് സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പല പഴയ സംഗീതജ്ഞന്മാരും പ്രമുഖരായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരെയും കുറിച്ച് നമ്മൾ പല പഴയ തലമുറയിലെ ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിൽ എൻ്റെയൊക്കെ ചില എക്സ്പീരിയൻസുകളും ഈ നേരത്തെ വിനു ഗിരിയ സാർ പറഞ്ഞതുപോലെ പറയാനുമുണ്ട്. വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ക്യാമറാമാൻ ഒരു വേദിയിൽ വെച്ചിട്ട് പെരുമാറിയതുമൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തട്ടിക്കിടക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം എത്ര വലിയ ആളായാലും, എത്ര വലിയ കല ചെയ്താലും, എത്ര വലിയ രീതിയിലുള്ള സിനിമകൾ ചെയ്താലും നമുക്കൊരു റെസ്പെക്റ്റും തോന്നത്തില്ല എന്നുള്ളതാണ്. അന്ന് എനിക്ക് തോന്നുന്നു 15-16 വയസ്സിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അത് മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഇതുപോലെയുള്ള ഈ പഴയ തലമുറയിൽപ്പെട്ട അതാണ് ഈ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും പുതിയ തലമുറയ്ക്കാണ് റെസ്പെക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നത്. പക്ഷേ അതാണിപ്പോൾ ഇന്ന് ആസിഫ് അലി എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ച ഇപ്പോൾ ഒരു നാടകക്കാരനാണ്, ഒരു നാടക കലാകാരനാണ് ഇതേ രീതിയിൽ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇത്ര പോലും ചർച്ചയ്ക്ക് എടുക്കത്തില്ലായിരുന്നു. ഇതൊരു സിനിമ താരവും അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഗീതജ്ഞനും ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഗൗരവമായിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചർച്ച വന്നതും സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുത്തതും. പക്ഷെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞു, ഇപ്പം കാരശ്ശേരി മാഷും പറഞ്ഞു, ഈ പറഞ്ഞ രാഹുൽ ഈശ്വറും ഒക്കെ പറഞ്ഞ ശുക്കൂർ മാഷും ഒക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ ഇപ്പം നാളെ ഇപ്പം മമ്മൂക്കയും ബാലേന്ദ്രൻ ചുള്ളിക്കാടും ഒരേ സമയത്ത് മഹാരാജാസ് കോളേജിൽ പഠിച്ച രണ്ടാൾക്കാരാണ്. അവർ നാളെ ഏതെങ്കിലും തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹിന്ദുവായ ബാലചന്ദ്ര മേനോനെന്നും ഇസ്ലാമായിട്ടുള്ള മമ്മൂട്ടിയെന്നും ചർച്ച വരുന്നതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം എന്നുള്ളതാണ്. ആ തരത്തിലോട്ട് നമ്മുടെ മലയാളികളുടെ ബോധം പഴയകാലത്ത് ഇല്ലാതിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായിട്ട്. അതാണ് ഈ ഒരു വിഷയത്തോടു കൂടി അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ.